നമുക്ക് മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് ഫസ്റ്റ് സെക്ഷൻ എളുപ്പമായിരുന്നില്ലേ അല്ലെ? ഫസ്റ്റ് സെക്ഷൻ എളുപ്പമായിരുന്നില്ലേ ഈ ചാപ്റ്റർ മിസ് തുടങ്ങിയപ്പോ? ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. മിസ് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ് അല്ലേ തുടങ്ങിയത്? Receiving a new diagnosis or an update to an existing one can be fearsome. എന്താണ് നമ്മ പുതിയ രോഗങ്ങൾ അവരുടെ അടുത്ത് പറയാ, അതല്ലെങ്കിൽ അവരെന്താണ് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ചികിത്സയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ് ആ പേഷ്യൻസിന് പേടി ഉണ്ടാക്കുന്നു അല്ലെ, അവർക്ക് ഭയം ഉണ്ടാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ആ പേഷ്യൻസിനോട് നമ്മൾ നോൺ മെഡിക്കൽ പ്രൊവൈഡേഴ്സ് എങ്ങനെ പറഞ്ഞു കൊടുക്കുക പേഷ്യൻസിന്? നോൺ മെഡിക്കൽ ലാംഗ്വേജിലൂടെ അല്ലെ, പേഷ്യൻസിനെ മനസ്സിലാകുന്ന ഭാഷയില്. പിന്നെന്താണ്? ടീച്ച് ബാക്ക് മെത്തേഡുകളിലൂടെ അവരോടത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുകയാണ് അല്ലെ, അവർക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അവരുടെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെ അതിനെ കുറിച്ച് അവർക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താ? പേഷ്യൻസിന് വീട്ടിലേക്ക് അവരുടെ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ കൊടുത്തയക്കുന്നത് എന്താണ്? അത് അവർക്ക് എളുപ്പമാക്കുന്നു അല്ലെ, അവർക്കൊരു കൺഫ്യൂഷൻസ് ഇല്ലാതെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഹോം കെയർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ അവർക്ക് മനസ്സിലാകാനായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസിലൂടെ അവർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ജനറേറ്റ് എ പോസിറ്റീവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ബൈ ടീച്ചിങ് ദ പേഷ്യന്റ് അബൌട്ട് ദെയർ ഹെൽത്ത് ആൻഡ് ഹൗ ടു മെച്ചർ ഇറ്റ് അല്ലെ. എന്താണ്? പേഷ്യൻസ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് അവർക്ക് ഇപ്പൊ ആ ഡോക്ടറുമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തി അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും അല്ലെ, ഒരറിവുണ്ടാവില്ലേ? അവർക്ക് തന്നെ ഒരു അറിവുണ്ടാവുന്നു അല്ലെ. കൂടാതെ എന്താണ്? ഹൗ ടു മെച്ചർ ഇറ്റ് അല്ലെ, അവർക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കണം അല്ലെ, എങ്ങനെ മരുന്നുകൾ കഴിക്കണം, അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ലേ പേഷ്യൻസിന്? നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടറും ആ പേഷ്യന്റും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പേഷ്യൻസിന് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നു അല്ലെ. പിന്നെ എന്താണ്? ആ സിറ്റുവേഷനിൽ അവര് എങ്ങനെ പക്വതയോടുകൂടി പെരുമാറണം അല്ലെ, എന്താണ് എങ്ങനെ മെഡിസിനുകൾ കഴിക്കണം അല്ലെ, എങ്ങനെ ഡയറ്റ് കൺട്രോൾ പാലിക്കണം, എങ്ങനെ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം അല്ലെ, അവരുടെ അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ? ക്ലിയർ ആയോ? ഹെൽപ്പിംഗ് ദ പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡി വർക്ക്സ് അല്ലെ, എന്താണ് പേഷ്യൻസിനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ എഡ്യൂക്കേഷൻ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ നല്ല രീതിയിലുള്ള ഒരു അറിവ് കൊടുക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡി വർക്ക്സ് അല്ലെ, അവരുടെ ബോഡി ആ പേഷ്യൻസിന്റെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവർക്ക് അതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കാണ് ആ ഡോക്ടർ നല്ല രീതിയിൽ അവരോട് പറഞ്ഞ് ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ഡയറ്റ് കൺട്രോൾ എങ്ങനെ പാലിക്കണം അല്ലേ, എന്തൊക്കെ ഭക്ഷണങ്ങൾ അവർ ഫുഡിൽ ഉൾപ്പെടുത്തണം, അവരെന്തൊക്കെ മെഡിസിനുകൾ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകുന്നു അല്ലെ, ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ. നെക്സ്റ്റ്, and why making certain choices can enhance or detract from their health gives them informed agency over their bodies. പിന്നെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് ചില തെരഞ്ഞെടുപ്പുകൾ certain choices അവർക്ക് ഒരു പേഷ്യന്റിന്റെ അസുഖം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചില ചോയ്സുകൾ എടുക്കാറില്ലേ?
എന്തൊക്കെയായിരിക്കും അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ? എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ? ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻജിയോഗ്രാം ചെയ്യും അല്ലെ? ചെയ്യോ? ആൻജിയോഗ്രാം ചെയ്യും, എക്കോ ടെസ്റ്റ് നടത്തും അല്ലെ? അതൊരു തെരഞ്ഞെടുപ്പല്ലേ? അവർക്ക് ഇന്ന പ്രൊസീജിയർ ചെയ്യണം, അവർക്ക് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം, അതൊരു തെരഞ്ഞെടുപ്പല്ലേ? അത് കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഇവർക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പൊ 1 or 2 ബ്ലോക്ക് ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അല്ലെ? അതല്ല വലിയ ബ്ലോക്കുകളാണ്, ഒരു 4, 3, 4, 5 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ സർജറി ചെയ്യും അല്ലെ? അപ്പൊ അതൊരു തിരഞ്ഞെടുപ്പല്ലേ? അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം, അവർക്ക് എന്ത് ചികിത്സ കൊടുക്കണം അല്ലെ? അതൊരു ചോയ്സസ് ആണ് അല്ലെ? ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ ചോയ്സസ് ആണ്. ഇവര് ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് ആ ഡോക്ടർ എടുക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പൊ എന്തുകൊണ്ട് ചില തിരഞ്ഞെടുപ്പുകൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അറിവ് അവർക്ക് നൽകുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പോലെ, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി ചെയ്യാണ്, അപ്പൊ ഡോക്ടർ ശരിക്കും നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കാറില്ലേ ആ പേഷ്യന്റിന് അല്ലെ? അവരെ സ്ക്രീനിൽ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ? നിങ്ങളുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇന്ന ബ്ലോക്കുകൾ ഉണ്ട് അല്ലെ? അതെന്താണ്? അവർക്കൊരു അവയർനെസ് കൊടുക്കാണ് അല്ലെ? അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു അവയർനെസ് കൊടുക്കല്ലേ? ക്ലിയർ ആയോ? എന്താ ക്ലിയർ ആയോ? നെക്സ്റ്റ്, they feel like the hospital is their partner in health instead. ഫ്യൂച്ചർ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകാനൊക്കെ വേണ്ടിയിട്ട് അല്ലെ? Instead of another person telling them what they should be doing differently. എന്ത് ചെയ്യണമെന്ന് മറ്റൊരാൾ അല്ലെ? വേറൊരാള് പറയുന്നതിനും പകരം എന്താണ്? ആശുപത്രി, ഹോസ്പിറ്റല് അവരുടെ ആരോഗ്യ പങ്കാളികളാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നു അല്ലെ? അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് ഹോസ്പിറ്റലുകാരാണ് അവരുടെ പ്രധാനപ്പെട്ട പങ്കാളികൾ എന്നല്ലേ? പാർട്ട്ണർ എന്ന് അവർക്ക് തന്നെ തോന്നുകയാണ് അല്ലെ? ഇങ്ങനെയുള്ള ഒരു അവയർനെസ് കിട്ടുന്നതിലൂടെ, എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ. ആണോ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാണ്, അസുഖങ്ങള് ഭയങ്കരമായിട്ട് ബോഡി വീക്ക് ആവുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്താണ് ആദ്യം പോകുന്നത്? ഡോക്ടറുടെ അടുത്തല്ലേ? ഹോസ്പിറ്റലിലേക്ക് അല്ലെ? ഹോസ്പിറ്റലില് ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ നമുക്കുള്ള പാർട്ട്ണർ ആരാ? ഡോക്ടറാണ് അല്ലെ? ഹോസ്പിറ്റലാണ് അല്ലെ? അല്ലേ? അത് നമ്മുടെ വിശ്വാസമല്ലേ? എന്താണ്? മറ്റൊരാള് അവരുടെ ഹെൽത്തിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്താണ്? ഹോസ്പിറ്റലുകാര് അവരുടെ ആരോഗ്യ പങ്കാളികളാണെന്ന് അവര് തന്നെ മനസ്സിലാക്കുന്നു, പേഷ്യൻസ് തന്നെ മനസ്സിലാക്കുന്നു. ക്ലിയറായത്? ഓക്കെ അല്ലേ എല്ലാവർക്കും? അതാ മിസ് പറഞ്ഞേ, ജസ്റ്റ് നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ മതി അല്ലെ? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകുന്നതിലൂടെ എന്താണ്? അവർക്ക് പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താണെന്ന് അല്ലെ? അവർ എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ അവർ അതിനോട് പ്രതികരിക്കണം എന്ന് അവർക്ക് തന്നെ ഒരു അറിവ് ലഭിക്കുന്നു. കൂടാതെ എന്താണ്? അവരുടെ ആരോഗ്യ പരിപാലനത്തില് ഹോസ്പിറ്റല് തന്നെ പങ്കാളികളാണെന്ന് അവര് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, എൻഷുർ ക്ലീൻലിനെസ്. ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ക്ലീനിങ് ഇല്ല, ശുചിത്വമില്ല, സെക്യൂരിറ്റി ഇല്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പേഷ്യൻസ് പോയത് കൊണ്ട് കാര്യമുണ്ടോ? അവർക്ക് കെയേഴ്സ് കിട്ടി, അവിടെ നിന്ന് കെയേഴ്സ് കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? എന്താണ്? ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ നിന്ന് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെ? ഇൻഫെക്ഷൻസ്, റിസ്കുകൾ അവർക്ക് ഉണ്ടാവാനുള്ള
സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലും അതിന്റെ എൻവിയോൺമെന്റ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം നമ്മൾ വൃത്തിയാക്കിയാൽ മതിയോ? ഹോസ്പിറ്റലിന്റെ ചുറ്റുപാട് അല്ലെ നല്ല ക്ലീൻ ആയിട്ട് ശുചിത്വമായിട്ട് സൂക്ഷിക്കുക, ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുക. നോക്കിയേ, ensure cleanliness. No patient needs to receive care in a situation that doesn't feel safe and sanitary. എന്താണ്? സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കാത്ത സാഹചര്യത്തിൽ ഒരു പേഷ്യൻസിനും പരിചരണം ലഭിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല അല്ലെ. നല്ല കാര്യമുണ്ടോ? ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വൃത്തിയില്ല, സെക്യൂരിറ്റി ഇല്ല, സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അവിടുന്ന് കെയർ കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ പേഷ്യൻസിന്? ഇത് ഒരു കാര്യവുമില്ല. പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? എല്ലാ ഏരിയാസിലും അല്ലെ, ഓൾ ഏരിയാസ് എന്താണ്? സാനിറ്റേഷൻസ് അല്ലെ, ശുചിത്വ പരിപാടികള്, ശുചിത്വ പ്രവർത്തനങ്ങള് നടത്തുക. ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ദി ഫിസിഷ്യൻ ഓഫീസ്. എവിടം മുതൽ എവിടം വരെ? വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഓഫീസ് വരെയും എന്താണ്? ശുചിത്വ രീതികൾ, ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുക. ഹെൽപ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം ടു ഈസി. എന്താണ് ഇത്? രോഗികൾ എങ്ങനെയുള്ള ശുചിത്വമായി റിലേറ്റ് ചെയ്ത സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത് പേഷ്യൻസിനെ സുരക്ഷിതരാക്കാനും അവരുടെ അവരെ സുഖപ്പെടുത്താനും കാരണമാകുന്നു അല്ലെ. അല്ലെങ്കിൽ എന്തുവരും? ഇപ്പൊ നമുക്ക് അവർക്ക് വന്ന അസുഖത്തിനുള്ള മരുന്നാണ് കൊടുക്കുന്നത്, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്ന് ശുചിത്വമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരാം അല്ലെ. ഹോസ്പിറ്റലിൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാം. അപ്പൊ അവരെ ഹെൽത്ത് ഓക്കെ ആവോ? ബെറ്റർ ആവോ? അവരുടെ നില ഒന്നുകൂടെ വഷളാവുകയല്ലേ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയൊന്നും ഇല്ലാതെ ഹോസ്പിറ്റലിന്റെ എല്ലായിടത്തും അല്ലെ, ഇൻ ഓൾ ഏരിയാസ്, എല്ലാ ഏരിയാസിലും എന്താണ്? സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുക. വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഓഫീസ് വരെ എല്ലാ ഏരിയാസിലും ഇതെന്ത്? പേഷ്യൻസിനെ, രോഗികളെ സുരക്ഷിതരാക്കാനും അവരെ സുഖപ്പെടുത്താനും കാരണമാകുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. എന്ത് ചെയ്യാം? അപ്ഡേറ്റഡ് കഴിഞ്ഞ സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യാം. കാലഹരണപ്പെട്ട സിസ്റ്റങ്ങള് നവീകരിക്കുക. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റല് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പുരോഗതികള്, ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്കാണെങ്കിൽ ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മ ഡോക്ടർ നമ്പർ എടുക്കാം അല്ലെ, അവിടെ ചെന്ന് നമ്പർ എടുത്ത് ആ ഡോക്ടറിന്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് തന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാലോ. ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ. ഇതെന്താണ്? ചേഞ്ചസ് വന്നേക്കണ അല്ലെ, ഡെവലപ്മെന്റ്സ് അല്ലേ, അപ്ഗ്രേഡ് ചെയ്തേക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസിനെ എന്ത് കൊണ്ടുവരാം? അപ്ഡേറ്റുകള് കൊണ്ടുവരിക. ഓക്കെ. When it comes to improving the patient's experience, upgrading outdated internal system is important. എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എന്താണ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ സിസ്റ്റങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെ, നവീകരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മ പണ്ട് ബില്ല് എങ്ങനെയാണ് അടച്ചിരുന്നത്? നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അല്ലെ. ടെക്നിക്കൽ അപ്ഡേറ്റുകൾ, ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവാറുണ്ടോ? ഗൂഗിൾ പേ അല്ലെ, ജിപേ, അങ്ങനെയൊക്കെയല്ലേ. അതെന്താണ്? നമുക്ക് എളുപ്പമാക്കി തീർക്കാണ് അല്ലെ. ഓരോ പ്രോസസ്സുകളും ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് എളുപ്പമാക്കിയല്ലേ തീർക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു കാര്യം എന്താണ്? കാലഹരണപ്പെട്ട സിസ്റ്റംസ്, അതായത് കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ നവീകരിക്കുക എന്നുള്ളതാണ്. ഈവൻ സ്മോൾ അപ്ഡേറ്റ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം അല്ലെ.
എന്താണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിനുള്ള പ്ലാറ്റ്ഫോമിലുള്ള ചെറിയ അപ്ഡേഷൻസ്, വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റം അല്ലെ, നമ്മൾ വെയിറ്റിംഗ് റൂമിലുള്ള സൈനേജുകൾ, അവിടെയുള്ള സിസ്റ്റങ്ങൾ ആൻഡ് നഴ്സ് കോൾ ബട്ടൺ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ റൂമില് കോൾ ബട്ടൺ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് മുമ്പ്? ഇല്ല അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ചെന്ന് നഴ്സിനെ പോയി വിളിക്കണം അല്ലെ. ഇപ്പൊ അതിനെന്തുണ്ടെന്നോ, നമുക്കിപ്പോ ഫോൺ ഉണ്ട് അല്ലെ, ഓരോ റൂമുകളിലും ഫോൺ വെച്ചിട്ടില്ലേ നഴ്സിനെ വിളിക്കാൻ. പിന്നെ എന്താണ്, കോൾ ബട്ടൺ ഉണ്ട് അല്ലെ, ബെല്ലുകൾ ഉണ്ട്. അപ്പൊ അതെന്താണ്, ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവരുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയത്? പിന്നെ വേറെ പണ്ട് നമുക്ക് ഈ ടോക്കൺ സിസ്റ്റം ഉണ്ടായിരുന്നു. ടോക്കൺ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് ഡോക്ടർ റൂമിന്റെ അവിടെ അതല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോ ആ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അവരവിടെ നിന്ന് നമ്പർ വിളിച്ച് പറയില്ലേ, നമ്പർ വിളിച്ചറിയുമ്പോ എന്താണ്, നമ്മൾ അതിനനുസരിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ റൂമിൽ വെയിറ്റിംഗ് റൂമിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെ, നമ്മുടെ ടോക്കൺ നമ്പർ ആവാറായിട്ടുണ്ട് അല്ലെ. അതൊരു എക്സ്പീരിയൻസ് അല്ലേ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോണ്ട്? അതൊക്കെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നതാണ് അല്ലെ, ഓരോ സിസ്റ്റത്തിലും വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ആണ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സെറ്റ് എക്സ്പെക്ടേഷൻ, എന്താണ്, പ്രതീക്ഷകൾ അല്ലെ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ്, അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെ, പേഷ്യൻസിന് അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാം. നിഷ എന്താ പറഞ്ഞേ? സോറി, ബി പങ്ക്ച്വൽ അല്ലേ. സോറി, ബി പങ്ക്ച്വൽ, സമയനിഷ്ഠ പാലിക്കുക. എന്താണ്, ഡോക്ടേഴ്സ് കറക്റ്റ് ടൈമില് എന്താണ് പേഷ്യൻസിന് ചെക്കപ്പിന് വരാ അല്ലെ. അതൊക്കെ എന്താണ്, നമുക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടുതലല്ലേ ചെയ്യുന്നേ, ആണോ? ഇപ്പൊ പറയാണ് ഡോക്ടർ 10 മണിക്ക് OP-യില് ചെക്കപ്പിന് വരും എന്ന് പറഞ്ഞിട്ട് നമ്മ 10 മണി എന്നുള്ളത് ഡോക്ടർ 10 എന്നുള്ളത് 11 മണിയായിട്ടും ഡോക്ടർ വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു ഇറിറ്റേഷൻ തോന്നും അല്ലെ, ദേഷ്യം വരില്ലേ? അതല്ല, ആ കറക്റ്റ് ദേഷ്യം വരും അല്ലെ. അതല്ല എന്താണ്, ആ ഡോക്ടർ ഒരു 5 മിനിറ്റ് നേരത്തെ വരാം, അതല്ലെങ്കിൽ ആ കറക്റ്റ് ടൈമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അവരോട് ഒരു റെസ്പെക്ട് തോന്നും അല്ലെ. അവിടെ വീണ്ടും പോകും. അപ്പൊ എന്താണ്, ഓക്കെ, punctuality reveals a practitioner's respect for a patient's busy schedule. എന്താണ്, ആ പേഷ്യന്റിന്റെ ബിസി ഷെഡ്യൂളിൽ ഈ ഡോക്ടേഴ്സ് പങ്ക്ച്വാലിറ്റി, സമയനിഷ്ഠ പാലിക്കുന്നത് അവർക്കൊരു റെസ്പെക്ട് തോന്നാൻ കാരണമാകുന്നു അല്ലെ ഡോക്ടറിനോട്. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ പോകുന്നത് ചിലപ്പോ നമുക്ക് വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഇല്ലേ? ഒരുപാട് ഇതല്ലേ നമുക്ക് ജോബുമായി റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മ സമയം കയ്യിലെടുത്തായിരിക്കും ആ ഡോക്ടറുടെ ചെക്കപ്പിന് വേണ്ടി ചെല്ലുന്നത് അല്ലെ. അങ്ങനെയല്ലേ പറയാ, സമയം കയ്യിലെടുത്തായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ആ ഡോക്ടർ കറക്റ്റ് ടൈമിങ്ങിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ദേഷ്യം വരും. അപ്പൊ ഡോക്ടർ കറക്റ്റ് സമയത്ത് പങ്ക്ച്വാലിറ്റി, സമയനിഷ്ഠ പാലിക്കുന്നത് പേഷ്യൻസിനെ ആ ഡോക്ടറുടെ അടുത്ത് ഒരു റെസ്പെക്ട് തോന്നാനായി, ബഹുമാനം തോന്നാനായി കാരണമാകുന്നു. All staff, if an organization finds it difficult to see patients in a timely manner, എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ മനസ്സിലാക്കുക അല്ലെ, ഫൈൻഡ് ചെയ്യാം എന്താണ്, പേഷ്യൻസിന് ആ കറക്റ്റ് ടൈംലി മാനറിന്, ആ കറക്റ്റ് സമയത്ത്
കാണാൻ പറ്റുന്നുണ്ടോ അല്ലെ? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് ഓർഗനൈസേഷൻ മനസ്സിലാക്കുക. കൂടാതെ എന്ത് ചെയ്യാം, they may require to examine their scheduling process and staffing needs അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം, പേഷ്യൻസിന് കൊടുക്കുന്ന ടൈമുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം അവര്, സ്റ്റാഫുകളുടെ ആ നീഡ്സും കൂടി നോക്കിയിട്ട് അല്ലെ, അവരുടെ സമയം കൂടി നോക്കിയിട്ട് വേണ്ടേ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് ആ കറക്റ്റ് സമയത്ത് ആ സ്റ്റാഫിന് വേറെ ഇപ്പൊ ചില ഡോക്ടേഴ്സിന് ചില ദിവസങ്ങളിൽ സർജറി ഒക്കെ ഉണ്ടാവും അല്ലെ, അങ്ങനെയല്ലേ വീക്കിലി. അപ്പൊ അവരെന്താണ് ആ ദിവസം ആ സർജറിയുടെ ആ ടൈം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ഡോക്ടറിന്, അങ്ങനെയല്ലേ? കാലത്ത് അവർക്ക് സർജറി ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിട്ടില്ലേ നമുക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഡോക്ടറുടെ എന്നല്ല ആ സ്റ്റാഫിന്റെ നീഡ്സും കൂടി, ആവശ്യം കൂടി, അവരുടെ സമയവും കൂടി നോക്കിയിട്ട് വേണം എന്താണ് അങ്ങനെയുള്ള ടൈമിങ്, പേഷ്യൻസിനെ അപ്പോയിന്റ്മെന്റിനുള്ള ടൈമിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ അത്? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് സെറ്റ് എക്സ്പെക്ടേഷൻ. Healthcare providers can help set hopes by keeping all the information on their website, patient portal and printed collateral up to date always. This is the healthcare providers help set of hopes അല്ലേ അവര് സഹായിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നത്, by keeping all information on their website. അവര് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വെബ്സൈറ്റിൽ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പോർട്ടൽ വഴി അല്ലെ, പേഷ്യന്റ് പോർട്ടൽ പഠിച്ചില്ലേ നമ്മ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില പേഷ്യൻസിന് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട എന്താണ് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുക, എന്താണ് അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ കീപ്പ് ചെയ്യുക, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള അല്ലെ, അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പേഷ്യന്റ് പോർട്ടൽ. അങ്ങനെയുള്ള പേഷ്യന്റ് പോർട്ടൽ, പ്രിന്റഡ് കൊളാറ്ററൽ അപ് ടു ഡേറ്റ്, പ്രോസ്പെക്ടസ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ നമ്മൾ പ്രിന്റ് ആയിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഈ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാം, അതിനുള്ളതൊക്കെ അതാണ് പ്രിന്റഡ് കൊളാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ ഈ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇവരുടെ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകള് പൂർത്തിയാക്കാനായി സാധിക്കുന്നു അല്ലെ? സാധിക്കോ? വെബ്സൈറ്റിൽ ഇവരുടെ വിവരങ്ങൾ കീപ്പ് ചെയ്യാം, പേഷ്യൻസിന്റെ പോർട്ടൽ വഴി അല്ലെ, പിന്നെ എന്താണ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നതിലൂടെ ഡോക്ടർക്ക് അറിയാൻ പറ്റുന്നില്ലേ ആ പേഷ്യൻസ് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ പ്രതീക്ഷിക്കുന്നത് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ്, ഹോപ്സ്, അവരുടെ പ്രതീക്ഷകൾ അല്ലെ എന്താണ് നിറവേറ്റാനായി സാധിക്കുന്നു. ഇൻക്ലൂഡിംഗ് ആൻഡ് FAQ. FAQ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ ഓൺ പ്രിന്റഡ് and digital material that directs how to refill prescription, receive care after hours, and schedule appointments also plays a vital role in aligning patient hopes with their experience. എന്ത് പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ റീഫിൽ ചെയ്യാം അല്ലെ, നമ്മ പറഞ്ഞു എന്താണ് ഡോക്ടർക്ക് അവരുടെ സിസ്റ്റത്തിൽ തന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ വഴി പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലെന്ത് വരില്ല, എറേഴ്സ് വരില്ല അല്ലെ, തെറ്റുകൾ വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് പ്രിസ്ക്രിപ്ഷൻ ഫിൽ ചെയ്യുന്നതിലൂടെ, കൂടാതെ എന്താണ് ആഫ്റ്റർ കെയർ ലഭിച്ച് കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ, കൂടാതെ എന്താണ് അവര് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ എന്താണ് അവർ എന്നിവ എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഡിജിറ്റൽ പ്രിന്റിങ്ങിലൂടെ അല്ലെ, എന്താണ് ഇൻക്ലൂഡിങ് ആൻഡ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മെറ്റീരിയൽസിലൂടെ എന്താണ് പേഷ്യൻസിന്റെ ഹോപ്സുകൾ, പ്രതീക്ഷകള് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷന്റെ പ്രതീക്ഷകള് നല്ല രീതിയിലാക്കാനുള്ള പങ്ക് വഹിക്കുന്നു. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവരെങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി കെയർ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള പരിചരണം. അതിൽ എറേഴ്സ് വരാൻ പാടുണ്ടോ? തെറ്റുകൾ സംഭവിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഡിജിറ്റൽ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പൊ അതിൽ എന്ത് വരില്ല? തെറ്റുകൾ സംഭവിക്കല്ല അല്ലെ. കൂടാതെ എന്താണ് ആ കാര്യങ്ങള് ഇവർക്ക് ഇവിടെ ഇരുന്ന് ഡോക്ടേഴ്സിന് അവരുടെ റൂമിലെ സിസ്റ്റത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടം വരെ എത്തി അല്ലെ, അവർക്ക് കറക്റ്റ് മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ അല്ലെ. ഫാർമസിയിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നോക്കാൻ സാധിക്കുന്നു അല്ലെ. പിന്നെന്താണ് ഫാർമസിയിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇന്ന മെഡിസിൻ ഇല്ല അല്ലെ, അതിന് പകരം വേറെ ഏതെങ്കിലും മെഡിസിൻ കൊടുത്താൽ മതിയോ അല്ലെ. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക്. പിന്നെ എന്താണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അല്ലെ, പ്രതീക്ഷകൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഫീഡ്ബാക്ക് ഒക്കെ സർവേ നടത്തുന്നതിലൂടെ. കൂടാതെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുമ്പോ അവർക്ക് വേണ്ട ഡോക്ടേഴ്സിനെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം അല്ലെ. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം അല്ലെ. അവർക്ക് ആപ്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള കറക്റ്റ് ടൈം അവർക്ക് തന്നെ ചൂസ് ചെയ്യാലോ. അവർക്ക് 2 മണിക്ക് അപ്പോയിന്റ്മെന്റ്സ് വേണം, അപ്പൊ അവർക്ക് ആ 2 മണിക്ക് തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുത്തൂടെ? അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാ ചെയ്യുന്നത്? ഡിജിറ്റൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചല്ലേ അല്ലെ, ഓൺലൈനായിട്ട് സിസ്റ്റത്തിലെ ഡിജിറ്റൽ മെറ്റീരിയൽ വെച്ച് അതല്ലെങ്കിൽ സർവേകൾ എടുക്കുന്നത് എങ്ങനെയാ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ അല്ലെ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ അല്ലേ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് വിന്യസിപ്പിക്കുന്നതില് വർദ്ധിപ്പിക്കുന്നതില് സുപ്രധാന പങ്ക് വഹിക്കുന്നു. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഞാൻ പറഞ്ഞേ ഫസ്റ്റത്തൊന്നും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലെ. ഇത് വളഞ്ഞു പറഞ്ഞേക്കാണ്. നെക്സ്റ്റ് ഗോ ഡിജിറ്റൽ. ഡിജിറ്റലൈസ് ആയാൽ എന്താ? നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ, എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, ഗോ ഡിജിറ്റൽ. Hospital can do just about anything with a few taps on our phones, from paying our bills to booking a vacation അല്ല ട്ടോ, വാക്സിനേഷൻ ആണ് ട്ടോ. അത് കറക്റ്റ് ചെയ്യാം. വാക്സിനേഷൻ എന്താണ്? ഹോസ്പിറ്റലില് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പേഷ്യൻസിന് ഫ്യൂ ടാപ്സിലൂടെ അല്ലെ, കുറച്ച് ടാപ്പുകളിലൂടെ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ടച്ചുകളിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് അവരുടെ ബില്ലുകൾ സെറ്റിൽ ചെയ്യാൻ അല്ലെ, പേ ചെയ്യാനായിട്ടും വാക്സിനേഷനുകൾ എന്താണ് ബുക്ക് ചെയ്യാനുമായിട്ട് സാധിക്കുന്നു അല്ലെ. ആണോ? നമ്മുടെ മൊബൈല് ടച്ച് സ്ക്രീൻ മൊബൈലാണ് അല്ലെ. അതിൽ എന്ത് ചെയ്താൽ മതി? ഫ്യൂ ടച്ച് ചെയ്താൽ മതി അല്ലെ. ജസ്റ്റ് കുറച്ച് ടച്ചുകൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ. ക്ലിയർ ആയോ? ഫ്യൂ ടാപ്പുകളിലൂടെ അല്ലെങ്കിൽ കുറച്ച് ടച്ചുകളിലൂടെ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും ചെയ്യാനായി സാധിക്കുന്നു. ഡിജിറ്റൽ ആയി അല്ലേ. Digitizing your practice can generate proficiencies for your staff and patients that make better everyone's experience. ഇങ്ങനെ ഡിജിറ്റലൈസ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നുണ്ടോ? പ്രൊഫിഷ്യൻസി പ്രാവീണ്യം അല്ലെ, എന്താണ് അവരുടെ പ്രാവീണ്യം, അവരുടെ കഴിവ്, സ്കില്ലുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട്, എന്തെങ്കിലും ഒരു വേർഡ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും?
ചില സമയത്ത് നെറ്റില് നോക്കില്ലേ അല്ലേ? ആണോ? സൗമ്യ പറഞ്ഞ ഗൂഗിളിൽ നോക്കി എല്ലാവരും. അതെന്താ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാണോ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേർഡിനെ കുറിച്ചുള്ള ഒരു മീനിങ് കിട്ടില്ലേ? അത് നിങ്ങളുടെ കഴിവ് കൂട്ടിയല്ല ചെയ്യുന്നത്. അതല്ല മിസ് ഇതിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടേം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കും. മിസ് അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിവ് കിട്ടിയല്ലേ, നോളജ് കിട്ടിയല്ലേ അതിനെ കുറിച്ച്. അപ്പൊ എന്താ ഇങ്ങനെയുള്ള ഡിജിറ്റൈസിങ് രീതിയിലാക്കുമ്പോൾ എന്താണ് അത് അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നു. ആൻഡ് വിഷൻ ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ഓരോ സ്റ്റാഫുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ? ഓരോ സ്റ്റാഫുകളുടെ പ്രൊഫിഷ്യൻസി, എബിലിറ്റി, അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവർ ആ പേഷ്യൻസിനോട് പെരുമാറുന്ന രീതിയും വർദ്ധിക്കും അല്ലെ? ആണോ? അപ്പൊ എന്താ പേഷ്യൻസിന്റെ എന്താണ്? പേഷ്യൻസിനോട് എല്ലാവരും എവരിവൺ അല്ലെ, എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയത്? The right software allows to digitize every step of the patient's journey. എന്ത് ചെയ്യുക? ഓരോ പേഷ്യൻസിന്റെ ഓരോ ജേർണി എന്താണ്? പല കാര്യങ്ങളും നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ എന്താണ് നമ്മ റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത് മുതൽ നമ്മ എന്താണ് ഫാർമസിന്ന് മെഡിസിൻ മേടിച്ച് എക്സിറ്റ് ആവുന്നത് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യുക? നല്ല റൈറ്റ് സോഫ്റ്റ്വെയർസ് അലോ ചെയ്യുക അല്ലെ? ഇപ്പൊ നമുക്ക് ലാബിൽ എന്തായിരിക്കും? LIS അല്ലെ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആണോ? റേഡിയോളജി സെക്ഷനിൽ ഏതാണ്? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? അപ്പൊ എന്താണ്? അങ്ങനെ ഓരോ സെക്ഷനിലും അവർ ഉചിതമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പേഷ്യൻസിന്റെ ജേർണി നല്ല രീതിയിലാക്കുക. നോക്കിയേ, ഫ്രം ബുക്കിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ് ടു പേയിങ് ദെയർ ഡെപ്റ്റിബിൾസ്. എന്താണ്? അവരുടെ ബില്ലുകൾ സെറ്റ് എന്താണ്? അവർ ഒരു അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുന്നത് മുതൽ അവരുടെ ബില്ലുകൾ സെറ്റിൽ പേ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നടത്തുക. ക്ലിയർ ആയോ? നമ്മ ബില്ലിന് എങ്ങനെ ആയിരിക്കും? സ്കാനർ ഉപയോഗിക്കും അല്ലെ? അതല്ലെങ്കിൽ GPay നമ്പർ വെച്ചങ്ങാണ്ടല്ല ചെയ്യുന്നത്. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർസ് വെച്ചങ്ങാണ്ട് ചെയ്യുന്നതാണ് അല്ലെ? ക്ലിയർ ആയോ? അത് ഗോ ഡിജിറ്റൽ. നെക്സ്റ്റ്, ഡിക്രീസ് വെയിറ്റ് ടൈംസ്. എന്ത് ചെയ്യാ? വെയിറ്റ് ടൈം കുറയ്ക്കുക അല്ലെ? അവർ കാത്തിരിക്കുന്ന സമയം എന്ത് ചെയ്യാ? കുറച്ചു കൊടുക്കുക അല്ലെ? ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസ്ഡ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂംസ്. എന്താണ്? പേഷ്യൻസ് വെയിറ്റിംഗ് റൂമിൽ ചെലവാക്കുന്ന സമയം അവർക്ക് കുറച്ചു കൊടുക്കുക. അത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കില്ലേ? Plan to get rid of time spent traveling to and from appointments, removing stress and attendance barriers for many patients. എന്താണ്? അപ്പോയിന്റ്മെന്റുകളിലേക്കും to get rid of time spent. നമുക്ക് എന്തിനു വേണ്ടിയിട്ട്? അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്ന സമയം അല്ലേ? പിന്നെന്താണ്? റിമൂവിങ് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് റിമൂവ് ചെയ്യാം, മാറ്റാനായിട്ട്. ഇപ്പൊ നമ്മ ഒരു അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് ഡോക്ടറെ മുമ്പില് വെയിറ്റിംഗ് റൂമില് കാത്തിരിക്കുമ്പോ എന്താണ്? അതെന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്ട്രെസ് ആയിരിക്കും ആ സമയത്ത് അല്ലേ? അപ്പൊ എന്താ? നമ്മ വെയിറ്റ് ചെയ്യാം. നമ്മ ആ വെയിറ്റിംഗ് ടൈം അവിടെ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മ ഈ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ആണോ? അപ്പൊ എന്താണ്? റിമൂവിങ് സ്ട്രെസ്, അവരുടെ സ്ട്രെസ്സുകൾ റിമൂവ് ചെയ്യാം. ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്. പിന്നെ എന്ത് ചെയ്യാം? ചില സമയത്ത് കഴിഞ്ഞ മിസ് പറഞ്ഞു
അവരെ വിളിക്കും ടോക്കൺ നമ്പർ, അല്ലെങ്കിൽ അവരെ പേര് വിളിക്കുമ്പോ അവരെ കാണാതാവും അല്ലേ? അങ്ങനെയുള്ള അറ്റൻഡേഴ്സ് ബാരിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കുക, ഇല്ലാതാക്കാനുള്ള ആസൂത്രണം ചെയ്യാം അല്ലെ? എന്താണ്, അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾക്ക് വേണ്ടി എടുക്കുന്ന സമയം, പിന്നെ എന്താണ് അവരുടെ സ്ട്രെസ് റിമൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം, പിന്നെ അവരെ അറ്റൻഡേഴ്സ് ബാരിയേഴ്സ് അതില്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ്, പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ്. എന്താണ്, ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമ്മ പേപ്പർ വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് സമയം എടുക്കും അല്ലെ? എഴുതി അല്ലേ, എഴുതി തയ്യാറാക്കി അല്ലെ, ഓരോ പേപ്പറിലെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോ അതിനു വേണ്ടി ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായി വരുന്നു. Hospital can use a secure online program to let the patients complete and submit their registration paperwork before their appointments, further deducting time spent in waiting room. എന്താണ് വെയിറ്റിംഗ് റൂം? എന്താണ്, ഹോസ്പിറ്റലില് സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിലൂടെ എന്താണ്, പേഷ്യൻസിന് അവരുടെ രജിസ്ട്രേഷൻസ് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ കറക്റ്റ് രീതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്, വേഗത്തിൽ അല്ലെ, ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് അവർ വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്യേണ്ട ചെലവാക്കുന്ന സമയം കുറച്ചു കൊടുക്കുന്നു അല്ലേ? ആണോ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവർ സിസ്റ്റത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താണ്, ഓരോ തവണ ചെല്ലുന്തോറും ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെയും അവർ ചോദിച്ച് ടൈപ്പ് ചെയ്യണോ, അതോ അവര് എഴുതണോ? വേണ്ട അല്ലെ, ജസ്റ്റ് അവരുടെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, അവരുടെ എന്താണ് സോഷ്യൽ ഡാറ്റാസ് അല്ലെ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാണ്, ആ പേഷ്യൻസ് ചെലവാക്കേണ്ട സമയം കുറയ്ക്കല്ലേ? ക്ലിയർ ആയത്? നെക്സ്റ്റ്, ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. എങ്ങനെയുള്ള കെയർ കൊടുക്കണം ഹോസ്പിറ്റലില്? പേഷ്യൻസിന് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ? Patient health and well-being should be at the core of everything the hospital and the staff do. ഒരു ഹോസ്പിറ്റലും അവിടുത്തെ സ്റ്റാഫുകളും ചെയ്യേണ്ട മെയിൻ ഡ്യൂട്ടി, കോർ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന്റെ ഹെൽത്തും വെൽബീയിങ് ആണ് അല്ലെ? അല്ലേ? പേഷ്യൻസിന്റെ ആരോഗ്യം, അവരുടെ ക്ഷേമമല്ലേ, വെൽബീയിങ്സ് അല്ലേ ഹോസ്പിറ്റലിലെ മെയിൻ ജോലി, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രധാന ലക്ഷ്യം അല്ലേ? എന്താണ്? പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റലിന്റെയും അതല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെയും പ്രധാന ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഹെൽത്തും ആരോഗ്യവും അവരുടെ വെൽബീയിങ്ങുമാണ്. ക്ലിയർ ആയത്? Patient focused care consider the patient value and individual preference. പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ട് പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് പരിചരണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ മൂല്യം അല്ലെ, വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അല്ലെ, പേഷ്യൻസിന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ? മിസ് ഇന്നലെ പറഞ്ഞു എന്താണ്, നമ്മൊരു ഡോക്ടറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഡോക്ടർ എങ്ങനെയാ ചെയ്യാം? ആ പേഷ്യൻസിന്റെ പേരെടുത്ത് വിളിച്ചെന്നാണിട്ട് അസുഖ വിവരങ്ങൾ ആരായ അല്ലെ ചോദിക്കാം. അതെന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ് വ്യക്തിഗതമാക്കുന്നു അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ, അവര് ആ പേഷ്യന്റ് ആ ഡോക്ടറോട് എന്താണ് അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറയുന്നു അല്ലെ? അറിയുമോ? അവരെ ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട്
ഡോക്ടർ മുമ്പില് നല്ല ടെൻഷനോടുകൂടി ആയിരിക്കും ചില സമയത്ത് ഇരിക്കുന്നത്. അപ്പൊ പറയാണ് ആ അശ്വതി എന്ന് പറയുന്നത് നമുക്കൊരു റിലാക്സ് കിട്ടാണ് അവിടെ. ആ അശ്വതി എന്താ വന്നേ, എന്താ വിശേഷം നോക്കുമ്പോ നമുക്കൊരു റിലാക്സ് കിട്ടാണ് അല്ലെ, നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ വിഷമങ്ങൾ അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവരെടുത്ത് പറയോ? മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ, ഐ കോണ്ടാക്ട് വെച്ചിങ്ങാണിട്ട് മുഖത്ത് നോക്കി ചോദിക്കുന്നതൊക്കെ എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനായി സാധിക്കുന്നു അല്ലെ. അപ്പൊ എന്താ, പേഷ്യൻസിനെ കേന്ദ്രീകൃതമാക്കി പരിചരണം കൊടുക്കുന്നത്, പേഷ്യൻസിനുള്ള വാല്യൂ, അവരെ ഈ ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് കൊടുക്കാൻ അല്ലെ, ആ പേഷ്യൻസിന് പ്രാധാന്യം കൊടുക്കാനും കാരണമാകുന്നു. ആസ് വെൽ ആസ് ദെയർ ഹെൽത്ത് റിക്വയർമെന്റ്സ്, കൂടാതെ എന്താണ്, പേഷ്യൻസിന്റെ ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇൻഡിവിജ്വലൈസ് ആവുക, ആരോഗ്യ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് that streamlined and experience donated to patient focused care. എന്താണ്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അതിനു വേണ്ട എഡ്യൂക്കേഷനും ടെക്നോളജിക്കൽ അപ്ഡേറ്റുകളും കൊടുക്കുന്നത് എന്താണ്, പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണത്തിലേക്ക് നയിക്കാനായി കാരണമാകുന്നു. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാക്കുന്നു, പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ആക്കുന്നു അല്ലെ, അവർക്ക് എന്താണ്, സാറ്റിസ്ഫൈഡ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെ, സാറ്റിസ്ഫൈഡ് ആകാനും കാരണമാകുന്നു. നെക്സ്റ്റ്, ഇവൻച്വലി ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ദി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കാനും അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിക്കാനുമുള്ള കാരണമാകുന്നു. പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നത് അല്ലെ, ആണോ? നെക്സ്റ്റ്, ensuring lifelong learning. Ensuring and encouraging lifelong learning. Healthcare practices and the system are continuously evolving. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് അല്ലെ, ആരോഗ്യ മേഖലയിൽ പരിചരണ മേഖലയിലുള്ള പ്രാക്ടീസുകൾ, അവിടുത്തെ സിസ്റ്റംസ് ഒക്കെ എന്താണ്, വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ, കണ്ടിന്യൂസ്ലി ഇവോൾവിങ്, എന്താണ്, തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ കീ ഹോൾ സർജറി ഒക്കെ ഉണ്ടോ? ഇപ്പൊ കുറച്ചു നാളായിട്ടൊക്കെ അല്ലെ കീ ഹോൾ സർജറി വന്നിരിക്കുന്നത് അല്ലേ. അതെന്താണ്, അവിടെ ചേഞ്ചസ് വരുന്നതാണ് അല്ലെ, ഡെവലപ്മെന്റ്സ് വരുന്നതല്ലേ. ടു കീപ് പേസ്, എന്താ ചെയ്യാ, വേഗത നിലനിർത്താൻ, ഇങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ് അല്ലെ, വികസനങ്ങൾ കൊണ്ടുവരും, എന്താണ്, വേഗത നിലനിർത്തുന്നു അല്ലെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് require access to vast continuing education course that expand their knowledge base and improving their ability to provide high quality care. എന്താണ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, വാസ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെ, വിശാലമായിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ കൊടുക്കുക, എന്താണ്, അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ അല്ലെ, ട്രെയിനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നു അല്ലെ, എക്സ്പാൻഡ് ദെയർ നോളജ് അല്ലെ, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ എബിലിറ്റീസ് വർദ്ധിക്കുന്നു അല്ലെ, കഴിവുകൾ വർദ്ധിക്കുന്നു. പിന്നെന്താണ്, അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, സ്കില്ലുകൾ വർദ്ധിക്കുന്നു അല്ലെ, അതുവഴി എന്താണ്, അവർക്ക് ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് നൽകാനായും സാധിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ നല്ല കെയർ ആയിരിക്കും ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുന്നത്? എക്സ്പീരിയൻസ് എന്തുകൊണ്ടായിരിക്കും? അവര് അങ്ങനെ ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അവരാ മെഡിക്കൽ ലൈഫില് അപ്പൊ അവർക്ക് എന്താണ്, ഒരു രോഗിയെ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ എന്ത് അസുഖമാണ് ആ പേഷ്യൻസ്, ആ സിംറ്റംസ്, അവരുടെ അസുഖത്തിന്റെ സിംറ്റംസ്, അടയാളങ്ങൾ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ രോഗിക്ക് എന്ത് അസുഖമാണ്, ആണോ?
അപ്പൊ എന്താ ഇങ്ങനെയുള്ള വാസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് വഴി എന്താണ് ആ പ്രൊവൈഡേഴ്സിന്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ നോളജും അവരുടെ അറിവും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കാനും ഇതുവഴി എന്താണ് പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ നൽകാനും കാരണമാകുന്നു. ക്ലിയർ ആയോ? With the right skill sets, practitioners can help increase patient satisfaction scores. എന്താണ് നല്ല രീതിയിലുള്ള സ്കില്ല് കഴിവുകൾ അവർ സെറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ നല്ല രീതിയിലെ കഴിവ് സെറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് പറ്റുന്നു? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? Practitioners can help increase patient satisfaction score. അല്ലെ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ഇന്നെടുത്തത് ക്ലിയർ ആണോ മിസ്? പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ? ഒന്ന് ഈ ചാപ്റ്റർ ഒരു 3 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ മിസ്. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? സോളി ടീച്ചർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എത്ര എണ്ണം എടുത്തോ മിസ്? എത്ര എണ്ണം വരെ എടുത്തോ? ഓർമ്മയുണ്ടോ? എയ്റ്റീൻ വരെ എടുത്തോ മിസ്? 18 വരെ എടുത്തോ? എക്കോ അല്ലേ? ഓക്കെ. 26th മുതൽ ഇനി 26th മുതൽ മിസ് എടുക്കാം കേട്ടോ. ബാക്കി മിസ് എടുക്കും. 26th മുതൽ മിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മിസ് എടുക്കാം. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ ഇപ്പൊ മിസ് എടുത്തില്ലേ? പേഷ്യൻസ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്. അതൊന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയ ആ ചാപ്റ്റർ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് നോക്കിയേ. എന്നിട്ട് മിസ് എടുക്കാം കേട്ടോ. മുതൽ എടുക്കുന്നില്ല മിസ്. 26 മുതൽ ബാക്കി സോളി ടീച്ചർ എടുത്തോളൂ കേട്ടാ. 18 മുതൽ 25 വരെ മിസ് എടുത്തോളും. 26 മുതൽ മിസ് എടുക്കാം.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay. Yes, sir. 26th യൂറോഫ്ലോമീറ്റർ. യൂറോഫ്ലോമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ യൂറിനേഷന്റെ ഒഴുക്ക്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒഴുക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു മെഷീനെ പറയുന്നതാണ് യൂറോഫ്ലോമീറ്റർ. ഇപ്പൊ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, യൂറിനറി ട്രാക്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ, ബ്ലാഡറിനോ കിഡ്നിക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് എന്തായിരിക്കും, ശരിക്കും യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ, യൂറിനേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതെന്ത് ചെയ്യും, അവർക്ക് പോകുന്ന സമയത്ത് അത് എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള അളവ് അളക്കാനായി എടുക്കുന്ന ഒരു മെഷീനാണ് യൂറോഫ്ലോമീറ്റർ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന മെഷീൻസ് ഇല്ലേ, എക്യുപ്മെന്റ്സുകള് ഇപ്പൊ ഒരുപാട് ഇതിൽ കുറെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ, തെർമോമീറ്റേഴ്സ് ഇല്ലേ, തെർമോമീറ്റർ കണ്ടിട്ടുണ്ട്, കാർഡിയാക് ടേബിള്, പിന്നെ എന്താണ് ഒഫ്താൽമോസ്കോപ്പ് മിക്കവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയി പോകുമ്പോ അവര് ആ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ഡോക്ടർ എന്ത് ചെയ്യും, നമ്മൾ ഓപ്പറേറ്റിംഗ് ലെൻസിൽ കൂടി ഇങ്ങനെ നോക്കിച്ചു അല്ലേ. അപ്പൊ അങ്ങനെയുള്ളത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ സ്ട്രീം ഇൻഹെയിലർ, പിന്നെ നെബുലൈസർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ക്രാഷ് കാർട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നവർ കണ്ടിട്ടുണ്ടാവും. സ്റ്റെതസ്കോപ്പ്, പിന്നെ നമുക്ക് കാണാത്ത സാധനങ്ങൾ കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ ചെയ്യാൻ. ഇപ്പൊ യൂറോഫ്ലോമീറ്റർ അത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല അല്ലെ, കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിലുള്ള? അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ, മെഷീനറീസ് ഒക്കെ ഞാൻ പറയുമ്പോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാട്ടാ. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. മിസ് ഇങ്ങനെ പറയുന്നതിലും കൂടുതൽ ആ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ അല്ലേ? മിസ് പറ്റാവുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ എടുത്ത് കാണിച്ചു തരാം, ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് അതിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളൊന്ന് കാണാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, യൂറോഫ്ലോമെട്രി ഇസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത് ഒരു രോഗനിർണയ ടെസ്റ്റ് ആണ്. Which is used to measure the flow of urine in the course of urination. എന്താണ് യൂറിനേഷനിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഒഴുക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, ഒരു മെഷീനാണ് യൂറോഫ്ലോമീറ്റർ. The speed of urine flow is calculated electronically.
and evaluated how well the urinary tract works. എന്താണ് ആ സ്പീഡ് യൂറിൻ ഫ്ലോയുടെ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലി ആയിരിക്കും. ഇവിടെ ഒരു മെഷീൻ ഉണ്ടോ? കണ്ടോ? അപ്പൊ ഇലക്ട്രോണിക്കലി ആയിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടാതെ എന്താണ് ആ ഒരു മെഷർമെന്റ് നോക്കിങ്ങാണ്ട് നമ്മുടെ യൂറിനറി ട്രാക്ട് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇപ്പൊ യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കിഡ്നി അല്ലെ, കിഡ്നി, യുറേറ്റേഴ്സ്, ബ്ലാഡർ, യുറേന്ദ്ര അല്ലെ, ഇങ്ങനെ 4 ഉണ്ടോ? അപ്പൊ ഇതിലേതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അവിടുത്തെ എന്തെങ്കിലും ഫങ്ഷൻസിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ യൂറോഫ്ലോമീറ്റർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഈ ഇതിൽ കാണിച്ചേക്കുന്നത് കണ്ടോ, ഒരു ഫണല് പോലെ കണ്ടോ? ഇവിടെ ഒരു ഇനിഷ്യൻ ഡിപ്പർ, അതിലേക്കായിരിക്കും യൂറിനേഷൻ പാസ് ചെയ്യാം. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മ വയ്യാത്ത ആളുകളെ തിരിക്കാനായിട്ട് നമ്മുടെ ഈ ചെയറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ, കണ്ടിട്ടുണ്ടോ ചെയറിൽ? അപ്പൊ അതും ഇങ്ങനെ യൂറോഫ്ലോമീറ്റർ ഘടിപ്പിക്കുന്നുണ്ട്, അങ്ങനെയും ഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടും അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ചെയറും പോലത്തെ അതിൽ ഇരുന്നിട്ട് യൂറിൻ പാസ് ചെയ്യും. അപ്പോഴും നമുക്ക് അത് എന്താണ്, ആ യൂറിന്റെ അളവ് അളക്കാനായി സാധിക്കുന്നു, പാസിങ്ങിനുള്ള അതിന്റെ ഫ്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ജസ്റ്റ് മിസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഇതിപ്പോ തന്നെ നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. ഇപ്പൊ തന്നെ ക്ലാസ് മിസ് നിർത്തുമ്പോ തന്നെ അടിച്ചു നോക്കുക യൂറോഫ്ലോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിന് പറഞ്ഞു തരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നോ ഗൂഗിളിൽ നോക്കാനായിട്ട് ആസ്റ്ററിന്റെ അല്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ നോക്കിയോ? ആരെങ്കിലും നോക്കിയോ? കണ്ടോ നിങ്ങൾ അതില്? കണ്ടോ? ബാക്കിയെല്ലാവരും അപ്പൊ നമുക്ക് എന്താണ് മിസ് പറഞ്ഞു തരുന്നത് കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവും അല്ലെ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോ അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, താങ്ക് യു ആൾ.